ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മർ ജൂനിയറുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം ഇന്നലെ പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ UOL പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് വിശദമായി കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് മൊറോക്കോക്കെതിരെയുള്ള മത്സരത്തിൽ നെയ്മർ ജൂനിയർ ഉണ്ടാവില്ല എന്നുള്ളത് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞു. അതിനുശേഷം ഹെയ്ത്തിക്കെതിരെയാണ് ബ്രസീൽ കളിക്കുക. ആ മത്സരത്തിൽ നെയ്മർ ജൂനിയർ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. മാത്രമല്ല, നെയ്മർ ജൂനിയറെ യാതൊരു കാരണവശാലും ഒഴിവാക്കാൻ ഇപ്പോൾ ബ്രസീൽ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി UOL റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് പുതിയ ഏതെങ്കിലും പരിക്കേറ്റാൽ മാത്രമാണ് നെയ്മർ പുറത്തു പോവുകയുള്ളൂ. അല്ലാതെ നിലവിൽ നെയ്മർ ജൂനിയറെ ഒഴിവാക്കാൻ CBF ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. ആഞ്ചലോട്ടി പ്രതീക്ഷിക്കുന്നത് രണ്ടാമത്തെ വേൾഡ് കപ്പ് മത്സരത്തിൽ നെയ്മർ ജൂനിയർ ഉണ്ടാകും എന്നുള്ളതാണ്. മാത്രമല്ല, നെയ്മറെ ഇപ്പോൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് കൂടി CBF ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട്. കാരണം ടീമിനകത്ത് വലിയ ഒരു സ്വാധീനം ചെലുത്താൻ നെയ്മർ ജൂനിയർക്ക് സാധിക്കുന്നു. വളരെ പോസിറ്റീവായ ഒരു അന്തരീക്ഷം ബ്രസീലിയൻ ടീമിനകത്ത് നെയ്മർ ജൂനിയർ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നെയ്മറെ ഒഴിവാക്കി കഴിഞ്ഞാൽ അത് ടീമിനകത്ത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സൈക്കോളജിക്കലി ഒരു നെഗറ്റീവ് ആയിക്കൊണ്ട് അത് ടീമിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നെയ്മർ ജൂനിയറെ ഒഴിവാക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനമാണ് ബ്രസീൽ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. പുതിയ പരിക്കേറ്റാൽ മാത്രമാണ് ഇതേക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുകയുള്ളൂ. അല്ലാതെ നിലവിൽ നെയ്മറെ ഒഴിവാക്കാൻ ബ്രസീലിനോ CBFനോ പദ്ധതികൾ ഇല്ല എന്നാണ് UOL റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും നെയ്മർ ഇപ്പോൾ പരിക്കിൽ നിന്നും മുക്തനായി വരികയാണ്. ഹെയ്ത്തിക്കെതിരെയുള്ള മത്സരത്തിൽ നെയ്മർ തിരിച്ചെത്തും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ ബ്രസീൽ ഉള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.